ബിസിനസ് വെബ്സൈറ്റിൽ ലൈവ് ചാറ്റ് ഫംഗ്ഷനാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽസോ അല്ലെങ്കിൽ ലീഡ് ജനറേഷൻ കൂടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇ-കൊമേഴ്സ് സ്റ്റോറാണെന്ന് കരുതും. അതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ ആ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡ് സപ്പോർട്ടിലിരിക്കുന്ന ആ സപ്പോർട്ട് ടീമിലാണെങ്കിലും ഈ പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് അങ്ങോട്ടേക്കൊരു മെസ്സേജ് അയച്ചൊരു ചാറ്റ് കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങൾക്കനുസരിച്ചും അവരോട് സംസാരിച്ച് ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു വിസിറ്റർ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തൊക്കെ പേജ് വിസിറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിലും ഇൻട്രാക്റ്റീവായിട്ട് ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ ഹെൽപ്പ് ആവും. സോ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെ ഒരു ചാറ്റ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മുൻപ് ചെയ്ത വീഡിയോയിൽ റെഫറൻസിനായിട്ട് ഉപയോഗിച്ച വെബ്സൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചാറ്റ് ബട്ടൺ കാണാം, വാട്സപ്പിന് സിമ്പിളോട് കൂടിയിട്ട്. ഈ ചാറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേർഡ്പ്രസ് പ്ലഗിനാണ്. നിങ്ങൾക്ക് വേർഡ്പ്രസ് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് വാട്സപ്പിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലഗിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത് ഓപ്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാറ്റ് പ്ലഗിൻ വരും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പ് ഓപ്പൺ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. പക്ഷേ ഇതിനായിട്ടും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടിഡിയോ ചാറ്റ്. ഇതിലേക്ക് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് അതിന് പോയതിനു ശേഷം നമ്മൾ പ്ലഗിൻസിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നു ടിഡിയോ ചാറ്റ്. നമ്മൾ സെർച്ച് ചെയ്യുന്നു ടിഡിയോ ചാറ്റ്. അവരുടെ സ്വന്തം പ്ലഗിൻ വേർഡ്പ്രസ് മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ടിഡിയോൻ്റെ സെയിം സിമ്പിളിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനുശേഷം അത് ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ബോട്ടം സൈഡിലായിട്ടൊരു മെനു വന്നിട്ടുണ്ട്, ടിഡിയോ ചാറ്റ് എന്ന് പറഞ്ഞിട്ട്. ടിഡിയോ ചാറ്റ് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളത് സൈൻ ഇൻ ചെയ്തിട്ടില്ല, നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ടിഡിയോ ചാറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വന്നു. അപ്പോൾ അതിൽ ഇനി പാനൽ ഓപ്പണായി വന്നു. ഇനി നമ്മളൊരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ സിബിൻ. ഞാനൊരു കളർ തീം ചൂസ് ചെയ്തു. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഓട്ടോമാറ്റിക് നമ്മളത് വേർഡ്പ്രസ് വഴിയാണ് അത് ചെയ്തുകൊണ്ട് ഇത് വന്നു. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലോഗിനോടൊപ്പം തന്നെ സൈനപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി സൈനപ്പ് ആയതിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ കമ്പനി സൈസ് ഒരു സർവേ എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഡാറ്റയാണ് ആക്ച്വലി. എനിവേ നമുക്കത് ക്ലിക്ക് ചെയ്യുന്നു. ഹൗ മെനി ഓപ്പറേറ്റേഴ്സ്. നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാം. ഒരു വലിയൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്റ്റാഫ് ഒരുപാടുണ്ടായിരിക്കാം. സപ്പോർട്ടിന് വേണ്ടി മൾട്ടിപ്പിൾ സ്റ്റാഫ് ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റാഫിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ലൈവ് ചാറ്റ് കോൺവെർസേഷൻ നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് അസൈൻ ചെയ്യാനും റീഅസൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതിന് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യേണ്ട ഞാൻ യൂണിറ്റ് അറബ് എമിറേറ്റ്സ്. നമ്മുടെ ഉദ്ദേശം ഐ വോണ്ട് ടു ജനറേറ്റ് ലീഡ്സ് ആണെന്ന് ഇരിക്കുന്നു. അവരുടെ ടേംസ് നമ്മൾ എഗ്രി ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിൽ കാണിക്കുന്ന ടിഡിയോ ചാറ്റിലെ ചാറ്റ് ബോട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ടിഡിയോ ചാറ്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചാറ്റ് ബോട്ട് സംവിധാനമുണ്ട്. നമുക്കതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ബേസിക്കൽ ചാറ്റ് ഓപ്ഷൻ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ഫാമിലിയാണ് തൽക്കാലം കൊടുക്കുന്നുള്ളൂ. കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്കിനി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് തൽക്കാലം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ചേഞ്ച് പാസ്വേഡ് എൻ്റർ ചെയ്തു. നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്തു. സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് കോൺവെർസേഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് റിയൽ ആയിട്ടുള്ള കസ്റ്റമർ ചാറ്റ് ചെയ്യുക എന്നുള്ളൊരു സിമുലേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് സിമുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ചാറ്റിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരികയാണ്. ഇതായിരിക്കും വെബ്സൈറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് ഓട്ടോമാറ്റിക് ചാറ്റ് വരിക. നമ്മൾ വന്നൊരു 1 സെക്കൻഡ് കഴിയുമ്പോൾ ഹായ് ദേർ ഒരു ഹാൻഡ് വേവ് ഉണ്ട്. ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് ഐ എം ഓൾവേസ് ഹിയർ. ഓക്കെ, നമ്മൾ ഇമെയിൽ എൻ്റർ ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ കസ്റ്റമറുടെ ഇമെയിൽ ID നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാം. എന്നിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ചാറ്റ് കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്തു. നമുക്കിനി ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു ചാറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും ഹായ്. ഓക്കെ, ഇനി നമ്മളിവിടെ ഹലോ. അപ്പോൾ അവിടെ യൂസറിന് അവിടെ ഹലോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വരെ നമുക്ക് ടിഡിയോ ചാറ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു യൂസർ ഇപ്പോൾ ഇതായിരിക്കും ചാറ്റിൻ്റെ അഡ്മിൻ്റെ വിൻഡോ. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂസർ നിൽക്കുന്നത് ഇന്നൊരു പേജിലാണ്. ഇതിന് വരെ നമുക്ക് നേരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാം. ഇതിൽ ചാറ്റ് ഓണായി വന്നിട്ടുണ്ട്. കണ്ടോ,
ഇതേ സെയിം ചാറ്റ് നമ്മൾ സിമുലേറ്റ് ചെയ്തുകൂടെ ഓൾറെഡി വന്നിട്ടുണ്ട്. മറ്റൊരു പേജിലേക്ക് പോകണം. എബൌട്ട് പേജിലേക്ക് ചെന്നതിന് ശേഷം അവിടെ നിന്നാണ് ഈ ചാറ്റ് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഹലോ അഡ്മിൻ, ഐ നീഡ് യുവർ ഹെൽപ്പ്. ഇവിടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. ഇത് കസ്റ്റമറുടെ ഇമെയിലാണ്. ഇത് നമുക്ക് ഓപ്ഷനിലാണ് കളക്ട് ചെയ്യുന്നത്. ഇത് ഒഴിവാക്കാൻ വേണമെങ്കിലും സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ചാറ്റ് വിൻഡോ വന്നു. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഹായ്, ഇഫ് ദർ ഇസ് എനി അഡ്മിൻ ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഒരു ചാറ്റ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത വെബ്സൈറ്റിൽ നിന്ന് ഇവിടെ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എബൌട്ട് പേജിലാണ് ഈ ഒരു കസ്റ്റമർ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതുപോലൊരു ഇതൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ അവർ ഇന്ന പ്രൊഡക്റ്റിൻ്റെ പേജിലാണ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവർ വന്ന് പോയ ബാക്കി പേജസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് വിസിറ്റ് പേജസ് ഉണ്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരുടെ ഇൻട്രസ്റ്റും അവരെന്തിനു വേണ്ടിയിട്ട് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെയിൽസിൻ്റെ പേഴ്സൺസിന് ഇതിനു വേണ്ടി സപ്പോർട്ടിനിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൂടുതൽ കൺവേർഷൻ റേറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ലൈവ് ചാറ്റ് ഉപയോഗിക്കാം. ഇനി ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു യൂസറെ നമുക്ക് മറ്റൊരു സ്റ്റാഫിന് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അസൈൻ ടു സിബിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മൾട്ടിപ്പിൾ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അസൈൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ കോൺവെർസേഷൻ ലീവ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ടിഡിയോ ചാറ്റിലൊരു പാനലുണ്ട്, വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പാനൽ. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന xyz.com എന്ന് പറയുന്ന വെബ്സൈറ്റ് എത്ര പേര് ലൈവായിട്ട് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ചാറ്റിന് വേണ്ടിയിരിക്കുന്ന അഡ്മിൻസിന് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അഡ്മിന് ഇവിടെ നിന്ന് തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ചാറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു യൂസറായിട്ട് ചാറ്റ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ചാറ്റ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഹായ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഹായ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് എൻ്റെ മൊബൈലിൽ നിന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഞാനിത് എൻ്റർ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് അഡ്മിന് ഇത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഞാനിത് എൻ്റർ ചെയ്താലാണ് ശരിക്കും അതവിടെ വരുള്ളൂ. പക്ഷേ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ കാണാൻ പറ്റും. സോ ഒരു സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് കസ്റ്റമർ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ ടിഡിയോ ചാറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഈ വീഡിയോൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിലേക്ക് കിടക്കാം. ടിഡിയോ ചാറ്റ് ബോട്ട്സ് ആണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ അവർ സജസ്റ്റ് ചെയ്തൊരു ചാറ്റ് ബോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യാം സ്ക്രാച്ചിൽ നിന്ന്, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളത് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആഡ് ഫ്രം സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരു ചൂസ് എ ട്രിഗർ എന്ന് പറയുകയാണ്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ബൈ ആക്ഷൻ ദേ മെയ്ഡ് ഓൺ യുവർ പേജ്. എന്തെങ്കിലും ഒരു ആക്ഷൻ ഫസ്റ്റ് ടൈം നമ്മൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഇൻ റിട്ടേൺ ആയിട്ട് രണ്ടാമത്തെ വട്ടം വീണ്ടും വിസിറ്റ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം വന്നൊരാൾ, അല്ലെങ്കിൽ ഇന്നൊരു പേജ് ഓപ്പൺ ചെയ്യുന്ന ഒരാൾ. അപ്പം അങ്ങനെ രീതിയിൽ കണ്ടീഷൻസ് വിസിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് വിസിറ്റ് ഓൺ സൈറ്റ്, അതിന് പകരം ഒരു വിസിറ്റ് ഓപ്പൺ ഒരു സ്പെസിഫിക് പേജ് എന്നുള്ള ക്ലിക്ക് ചെയ്യാണ്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വിസിറ്റർ ഇന്നൊരു പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പേജ് എബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു പേജ് ഞാൻ എക്സാക്റ്റ് അല്ലെങ്കിൽ എബൌട്ട് അസ് എന്ന അഡ്രസ് കണ്ടെയ്ൻ, എൻ്റെ ഈ അഡ്രസ്സിൽ വെബ് അഡ്രസ്സിൽ എബൌട്ട് അസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, സെൻഡ് വൺസ് പെർ 24 hours. യൂസർ എത്ര വട്ടം ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നറിയില്ല. അപ്പോൾ ഒരു 24 മണിക്കൂറിനുള്ള ഒറ്റ വട്ടം അയച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമുക്ക് അൺലിമിറ്റഡ് സെൻഡ് ഈച്ച് ടൈമിൽ വിസിറ്റ് ചെയ്തോളാൻ പറയുന്നത്. കാരണം ടെസ്റ്റ് പർപ്പസിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. ആ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താണെന്നുള്ളത്, ആക്ഷൻ, എന്ത് ആക്ഷനാണ് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് ടൈം ഒരു യൂസർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോർമലി ഒരു മെസ്സേജ് അങ്ങ് അയച്ചു കൊടുക്കാം, സിമ്പിളായിട്ടൊരു മെസ്സേജ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഡിസിഷൻ റിപ്ലൈ. ഫസ്റ്റ് ടൈം ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആർ യു പ്ലാനിങ് ടു പർച്ചേസ് ദിസ് പ്രൊഡക്റ്റ്? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പേജ് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റിൻ്റെ പേജാണെന്ന്, അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ പേജാണെങ്കിൽ അതിലേക്ക് വന്നു കഴിയുമ്പോൾ ആർ യു പ്ലാനിങ് ടു പർച്ചേസ് ദിസ് പ്രൊഡക്റ്റ്? യെസ്, ഐ വാണ്ട് ടു നോ മോർ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ നോ, ഐ എം ലുക്കിംഗ് ഫോർ അനദർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. രണ്ട് ഓപ്ഷൻ വന്നു. ഓക്കെ, ഇപ്പോൾ കസ്റ്റമർ ഈ ഒരു പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു മെസ്സേജ് അവിടെ ട്രിഗർ ചെയ്യും. അപ്പോൾ കസ്റ്റമറിന് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് യെസ് ഓർ നോ എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യെസ് ഓർ നോ എടുക്കുകയാണെങ്കിൽ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അടുത്തൊരു കണ്ടീഷൻ്റെ ഉള്ളിൽ, ആക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം നോട്ടിഫൈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസേഴ്സാണ്. അഡ്മിൻ സൈഡിൽ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്ന യൂസേഴ്സ്. അപ്പോൾ അതിൽ ഒരു മെസ്സേജിൽ യെസ് അടിക്കുകയാണെങ്കിൽ നമുക്കൊരു കസ്റ്റമറെ, ഒരു അഡ്മിനെ നോട്ടിഫൈ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്തു, ഇവിടെ നിന്ന് യെസ് എന്നുള്ള ഓപ്ഷനിലേക്ക് അത് ഡ്രോ ചെയ്തു. ഡിഫോൾട്ട് യെസ് ആണ്, അപ്പോൾ നമ്മളിതിലേക്ക് ചെയ്തു. ഇനി നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ സെറ്റ് ചെയ്യാം. നോ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അടുത്തൊരു മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ അയക്കാം. ഇവിടെ നിന്ന് നോ, കണ്ടോ, രണ്ടാമത്തെ ഓപ്ഷൻ ഇതിലേക്ക് കണക്ട് ചെയ്തു. ഒന്നാമത്തെ ഇതിലേക്ക് കണക്ട് ചെയ്തു, നമ്മൾ രണ്ടാമത്തെ ഇതിലേക്ക് കണക്ട് ചെയ്തു. യെസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, സപ്പോർട്ട് സ്റ്റാഫിനെ ട്രിഗർ ചെയ്യാൻ അല്ല നോട്ടിഫിക്കേഷൻ വരാനുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്തു. അപ്പോൾ അതിന് വരെ നമ്മൾ നോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഓക്കെ താങ്ക് യു, യു ക്യാൻ റീച്ച് ബാക്ക് എനി ടൈം എന്ന് പറഞ്ഞ് നമ്മൾ വിസിറ്റ് വെറുതെ ഒരു മെസ്സേജ് ചെയ്ത് എൻഡ് ചെയ്തു. അത്രയും കാര്യങ്ങൾ. ഇനി അതല്ല, ഇത് മൾട്ടിപ്പിൾ ലെവലിൽ നെസ്റ്റഡ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇനി വീണ്ടും ഒരു ഡിലേ കൊടുക്കാം. അല്ലെങ്കിൽ ഇന്നൊരു ഓപ്ഷൻ, ഇതിന് പകരം നമ്മളത് ഡിലീറ്റ് ചെയ്തു. അവർ നോ ആണ് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിലേ സെറ്റ് ചെയ്യുന്നു. ലൈക്ക് ഒരാൾ വന്നു, ഒരു നോ പറഞ്ഞു, അപ്പോൾ ഒരു ഡിലേ എന്ന് പറഞ്ഞ ഒരു 30 സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 30 സെക്കൻഡ് ഡിലേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇമെയിൽ അയക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത ഇമെയിൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു ഇവൻറ്റിൽ നമുക്ക് കസ്റ്റമറിന് അവർ എൻ്റർ ചെയ്തൊരു ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇനി വീണ്ടും ഇത് കഴിഞ്ഞു, നോട്ടിഫൈ യൂസർ ചെയ്തു. യൂസറിന് വേണമെങ്കിൽ ഒരു കസ്റ്റം മെസ്സേജ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചൊന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മീനിങ് ഇല്ല എങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്ഷൻസ് ഒരുപാടുണ്ട്, ഇതുപോലെ കണ്ടീഷൻസ് ഒരുപാടുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന ബ്രൗസറിൽ റിട്ടേൺ വിസിറ്റർ ആണോ, കറണ്ട് URL ആണോ, ഇന്ന ഡേ ആണോ, അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇനി ട്രിഗർ ചെയ്യാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന ഇവൻറ്റ്, യൂസർ ഇന്ന പേജ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇവൻറ്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇവൻറ്റ് ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്യാം, ട്രിഗർ ചെയ്യാം. കൂടാതെ കസ്റ്റമറുടെ റെസ്പോൺസിനനുസരിച്ച് തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കനുസരിച്ച് തിരിച്ച് കണ്ടീഷണലായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തിട്ട് ആ ഇൻട്രാക്റ്റീവായിട്ട് കൊണ്ടുവരും. അങ്ങനെ കസ്റ്റമറുടെ നിന്ന് റിസൾട്ട് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ കസ്റ്റമറായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ എക്സിക്യൂട്ടീവായിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ചാറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ കസ്റ്റമറെ എൻഗേജ് ചെയ്ത് നിർത്താനും, ഒരു ഓപ്പറേറ്റർ ബിസി ആണെങ്കിൽ പോലും എൻഗേജ് ചെയ്ത് നിർത്താനുള്ള ഓപ്ഷൻസ് കൂടി ഉണ്ട്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നീഡ് അനുസരിച്ച് എത്രയും ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങൾ വരും. ഇതാണ് ടിഡിയോ ചാറ്റിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ടിഡിയോ ചാറ്റിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടൊരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ടിഡിയോ ചാറ്റിൻ്റെ വെബ്സൈറ്റിൽ ചെന്നാൽ തന്നെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാറ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഹായ് ദേർ, ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തപ്പോൾ വന്ന മെസ്സേജസ് ആണ്. പ്ലീസ് ചൂസ് വൺ ഓഫ് ദ ടോപ്പിക് ലിസ്റ്റഡ് എബോവ്. അപ്പോൾ ഞാൻ പ്രൈസിങ് ക്ലിക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഡിലേയിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈസ് ടിഡിയോ ഫ്രീ? വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദ ട്രയൽ? വാട്ട് പ്ലാൻസ് ഡു യു ഹാവ്? ഗോ ബാക്ക്. ഈസ് ടിഡിയോ ഫ്രീ നമ്മൾ ചോദിച്ചു. ടിഡിയോ ഈസ് ഫ്രീ ഫോർ എവർ ബൈ ഡിഫോൾട്ട്. ബൈ അതർ പ്ലാൻസ് ആർ ഓപ്ഷണൽ ആൻഡ് എക്സ്പാൻഡഡ് ഫീച്ചേഴ്സ്. ഇവർ ഡിലേ സെറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടോ, നമുക്ക് ഒറ്റയടിക്ക് മെസ്സേജ് വരാതെ ഡിലേ എന്ന് പറഞ്ഞ ട്രിഗർ ഉപയോഗിച്ചുകൊണ്ട് അവർ ബാക്ക് ടു ബാക്ക് മെസ്സേജ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡിലേ ആണ് വർക്ക് ചെയ്യുന്നത്. ഫോർ മോർ ഇൻഫർമേഷൻ യു ക്യാൻ വിസിറ്റ് അവർ പേജ് ഹിയർ. വാസ് ദിസ് ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ അടക്കം ചോദിച്ചു. വീണ്ടും അടുത്തൊരു മെനുവിൻ്റെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഗോ ബാക്ക് അടിക്കാം, അല്ലെങ്കിൽ ബാക്ക് ടു സ്റ്റാർട്ട് അടിക്കാം. ഗോ ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മറ്റ് ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കും. വാട്ട് പ്ലാൻസ് ഡു യു ഹാവ്? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ബോട്ടിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്തു. അടുത്തൊരു മെസ്സേജ് ട്രിഗർ ചെയ്തു. മേ ബി ഡിലേ വന്നു. അടുത്ത മെസ്സേജ് ട്രിഗർ ചെയ്തു. വീണ്ടും ഡിലേ വരും. അടുത്ത മെസ്സേജ് വന്നു. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. മേ ബി വീണ്ടും ഒരു ഡിലേ വരും. യെസ്, വീണ്ടും മെനു വന്നു.
ഇതേപോലെ ഇവർ ഒരു ചാറ്റിൽ കസ്റ്റമറെ മാക്സിമം ഇൻട്രാക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരൊറ്റ വിൻഡോ തന്നെ. ഇത് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങളനുസരിച്ച് നമ്മൾ വേറെ വേറെ പ്രൊഡക്റ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മറ്റൊരു സർവീസ് ആണെങ്കിൽ അവരുടെ നിന്ന് മാക്സിമം അവരുടെ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക. അങ്ങനെയുള്ള പല യൂസിനും വേണ്ടി നമുക്കൊരു ചാറ്റ് ബോട്ട് ഉപയോഗിക്കാം. ഈ ചാറ്റ് ബോട്ട് വളരെ ക്രിയേറ്റീവായിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ടിഡിയോ ചാറ്റ് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ, നിങ്ങളുടെ ക്ലയൻറ്റ് പ്രോജക്റ്റുകളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടിഡിയോ ചാറ്റിൽ സൈനപ്പ് ചെയ്യാനുള്ള ഒരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടിഡിയോ ചാറ്റ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിൽ ചാറ്റ് ഉപയോഗിക്കുക.